നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. 2026 ടാറ്റ സ്റ്റീൽ ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ 5ാം റൗണ്ടിൽ ഇപ്പോൾ നടന്ന ഒരു ബ്രില്യന്റ് അറ്റാക്കിംഗ് ഗെയിമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ജർമ്മൻ ഗ്രാൻഡ് മാസ്റ്റർ മാത്യസ് ബ്ലൂബാവും ഉസ്ബെക്കിസ്ഥാൻ ഗ്രാൻഡ് മാസ്റ്റർ ജവഹിർ സിന്ദറോവും തമ്മിലായിരുന്നു മത്സരം. ഈ ഗെയിമിൽ മാത്യസ് റൈറ്റ് സൈഡും സിന്ദറോവ് ബ്ലാക്ക് സൈഡാണ് കളിക്കുന്നത്. ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരുടെയും വലിയൊരു സഹായം ആവശ്യമുണ്ട്. 64 കേരള എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന അഷ്റഫിനെ എല്ലാവർക്കും അറിയാമായിരിക്കും. അഷ്റഫിൻ്റെ അനിയന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് ഇപ്പോൾ ചികിത്സയിലാണ്. ഇപ്പോൾ തന്നെ 5 ഓപ്പറേഷൻസ് കഴിഞ്ഞു. ഓരോ ഓപ്പറേഷനും ലക്ഷങ്ങളാണ് ചിലവ് വരുന്നത്. അവസാനം നടന്ന ഓപ്പറേഷന് മാത്രം 4.5 ലക്ഷം രൂപയായിരുന്നു ചിലവ്. ഇതുവരെയുള്ള ചികിത്സകൾക്കായിട്ട് വലിയൊരു തുക കണ്ടെത്തേണ്ടി വന്നതിനാൽ ആ കുടുംബം വളരെയധികം സാമ്പത്തിക ബാധ്യതയിലാണ്. അവരുടെ അവസ്ഥ നേരിട്ട് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും നമ്മളാൽ കഴിയുന്ന ചെറിയൊരു തുകയെങ്കിലും നൽകി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മളാൽ കഴിയുന്ന വളരെ ചെറിയൊരു തുക കൊടുത്താൽ പോലും തുടർന്നുള്ള ചികിത്സയ്ക്ക് അവർക്കൊരു വലിയ സഹായമാവും. ഗൂഗിൾ പേ ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. നമുക്കിനി ഗെയിമിലേക്ക് പോകാം. വൈറ്റ് D4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യുന്നു. ഇന്ത്യൻ ഗെയിമാണ്. വൈറ്റ് C4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് G6 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്ത ശേഷം ബ്ലാക്ക് ബിഷപ്പിനെ G7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്റ്റിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ഇത് കിങ്സ് ഇന്ത്യൻ ഡിഫൻസിന്റെ നോർമൽ വേരിയേഷൻ ആണ്. ഇവിടെ വൈറ്റ് സെന്റർ പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. E4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ കാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ പോണ് വെച്ച് നൈറ്റിനെതിരെ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം D6 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം E5 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. വൈറ്റ് നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്ത ശേഷം കിങ്സ് എല്ലിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഈ G4 സ്കോറിലേക്ക് നൈറ്റിനും ബിഷപ്പിനും കൺട്രോൾ ഉള്ളതുകൊണ്ട് ബിഷപ്പ് അങ്ങോട്ടേക്ക് വന്ന് ഒരു പിൻവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് ആദ്യം H3 മൂവ് ചെയ്തുകൊണ്ട് G4 ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോഴും സെന്റർ പൂർണ്ണമായും വൈറ്റിന്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് തന്നെ E5 C5 മൂവ് ചെയ്തുകൊണ്ട് സെന്റർ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ് ബ്ലാക്കിന്റെ മെയിൻ മൂവ്. എന്നാൽ സിന്ദറോവ് ഇവിടെ മറ്റൊരു ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സെന്റർ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്നില്ല. ആദ്യം A5 മൂവ് ചെയ്തുകൊണ്ട് B4 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇനി വൈറ്റിന്റെ ഈ D4 പോണിനെ ഇവിടെ നിന്ന് ഒഴിവാക്കിയ ശേഷം ഈ ഡെവലപ്പ് ആവാത്ത നൈറ്റിനെ C5 സ്കോറിലേക്ക് കൊണ്ടുവരാനാണ് ബ്ലാക്ക് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. ആ സമയത്ത് B4 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ അറ്റാക്ക് വരാതിരിക്കുന്നതിനാണ് അഡ്വാൻസ് ആയിട്ട് ഈ B4 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവന്നത്. എന്നാൽ ബ്ലാക്കിന്റെ പ്ലാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് വൈറ്റ് അടുത്ത മൂവ് ചെയ്യുന്നത്. വൈറ്റ് അടുത്തായിട്ട് ബിഷപ്പുകളെ കൂടെ സെന്ററിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ആദ്യം ബിഷപ്പിനെ E3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ A6 ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത ബിഷപ്പിനെ കൂടെ D3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്തുകൊണ്ട് D4 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാലും ബ്ലാക്കിന് പോൺ വെച്ച് തിരിച്ചു വെട്ടാം. ആ സമയത്ത് നൈറ്റ് വെച്ച് ഒരു പോണിനെ ലാഭം നേടിയെടുക്കാൻ പറ്റില്ല. കാരണം ബ്ലാക്കിന് നൈറ്റ് വെച്ച് E4 പോൺ എടുത്തുകൊണ്ട് ആ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കാം. ഇപ്പോൾ E5 നൈറ്റിനെതിരെ ഒരു ഡിസ്കവർ അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നൈറ്റ് വെച്ചോ ബിഷപ്പ് വെച്ചോ ബ്ലാക്കിൻ്റെ നൈറ്റിനോട്ട് എടുത്താലും ബ്ലാക്കിനും വൈറ്റിൻ്റെ നൈറ്റിനോട്ട് എടുക്കാൻ അവസരമുണ്ട്. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. ആദ്യം കാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് കിങ്ങിനെ സേഫ് ആക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് പോണ വെച്ച് പോണോട്ട് വന്നു. വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചു വിട്ടുന്നു. ഈ സമയത്ത് ബ്ലാക്ക് പ്ലാൻ ചെയ്തതുപോലെ നൈറ്റിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാണ്. നൈറ്റിനെ C5 കൊണ്ടുവന്ന് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പിൻ്റെ അറ്റാക്കിൽ നിന്നും C2 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ E8 കൊണ്ടുവരുന്നു. ഇതോടെ E4 പോണവരെ 3 അറ്റാക്ക് വന്നിട്ടുണ്ട്. വൈറ്റ് F3 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് C6 മൂവ് ചെയ്യുന്നു. ഇതോടെ ഈ ക്വീൻ്റെ ഡയഗണൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ ഇനി ഈ C6 പോണിൻ്റെ സപ്പോർട്ടോടെ ബ്ലാക്ക് ഈ സെൻറ്റർ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് സെൻറ്റർ കൂടുതൽ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുകയാണ്. ക്വീനെ D2 ഡെവലപ്പ് ചെയ്തുകൊണ്ട് D1 സ്ക്വയറൂടെ ഫ്രീ ആക്കുന്നതോടൊപ്പം ബ്ലാക്കിൻ്റെ കിങ്സ് എല്ലിലേക്ക് നല്ലൊരു അറ്റാക്കിനും പ്ലാൻ ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഈ സെൻറ്റർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം A4 മൂവ് ചെയ്തുകൊണ്ട് ക്വീൻസ് എല്ലിലേക്ക് കുറച്ചുകൂടെ സ്പേസ് ഉണ്ടാക്കുന്നു. ഈ സമയത്ത് വൈറ്റ് A1 റൂക്കിനെ D1 കൊണ്ടുവന്ന് സെൻറ്റർ സ്ട്രോങ് ആക്കുന്നു. ബ്ലാക്ക് ക്വീനെ A5 ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ക്വീൻ ഇങ്ങോട്ടേക്ക് മാറിയതോടെ ഈ D6 പോണിന് സപ്പോർട്ടില്ലാതായിരിക്കുകയാണ്. വൈറ്റ് വേഗം ബിഷപ്പിന് F1 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും വളരെ മികച്ചൊരു ട്രാപ്പ് വരെയാണ്. ബ്ലാക്ക് ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം നൈറ്റിനെ E6 കൊണ്ടുവന്ന് ആ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുത്തുകൊണ്ട് ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു.
വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റ് നോട്ട് ആണെങ്കിൽ ബ്ലാക്കിന് ബിഷപ്പ് വെച്ച് തന്നെ തിരിച്ചുകൊട്ടിക്കൊണ്ട് ആ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം അടുത്ത് ഈ C4 കൂടെ ഒരു അറ്റാക്ക് കൊണ്ടുവരാൻ കഴിയും. അല്ലാതെ ഈ പോൺ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നൈറ്റ് വെച്ച് ഈ നൈറ്റ് നോട്ട് എടുക്കാം. ഇപ്പോൾ ക്വീന് വെച്ച് തിരിച്ചുകൊട്ടുകയാണെങ്കിൽ അടുത്ത നൈറ്റ് വെച്ച് E4 പോൺ എടുത്തുകൊണ്ട് ഒരേ സമയം ബിഷപ്പിനെതിരെ അറ്റാക്കും ക്വീനെതിരെ ഡിസ്കൗണ്ട് അറ്റാക്കും കൊടുക്കാൻ കഴിയും. അങ്ങനെ ഒരു അറ്റാക്കിന് സാധ്യത ഉള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഈ പോൺ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ബിഷപ്പിനെ E3 തന്നെ തിരിച്ചുകൊണ്ടുവരുന്നു. ബ്ലാക്ക് നൈറ്റിനെ H5 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് A4 സ്ക്വയറിലേക്ക് 2 പീസിൽ വെച്ച് അറ്റാക്ക് ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈറ്റ് ഇവിടെ ഒരു പോണെ കൂടെ നേടിയെടുക്കുകയാണ്. നൈറ്റ് വെച്ച് A4 പോണിനെ വിട്ടെടുക്കുന്നു. ഇതൊരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ കൂടെയാണ്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഈ ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ഇവിടെ അടുത്തൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ആദ്യം നൈറ്റ് വെച്ച് നൈറ്റ് നോട്ട് എടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ ഈ ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ബ്ലാക്കിന് ഇപ്പോൾ തന്നെ ആ ക്വീനിനെ തിരിച്ചു വിട്ടേണ്ട ആവശ്യമില്ല. പകരം നൈറ്റിനെ E2 കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ആ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും രക്ഷിക്കാം. ഇവിടെ ഇപ്പോൾ കിങ് വേറെ കൊണ്ടെങ്കിലും മാറുകയാണെങ്കിൽ ബ്ലാക്കിന് ഈ ഒരു നൈറ്റ് ലാഭം കിട്ടും. എന്നാൽ ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് കിങ് മൂവ് ചെയ്യുന്നതെങ്കിൽ റൂക്ക് വെച്ച് ക്വീൻ ഇട്ടെടുക്കാം. ഇപ്പോൾ കിങ് വെച്ച് നൈറ്റ് നോട്ട് എടുക്കുകയാണെങ്കിൽ അടുത്ത നൈറ്റിനെ G3 കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് ആ റൂക്കിനെ കൂടെ നേടിയെടുക്കുക. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റും ഇപ്പോൾ ഈ ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. പകരം ഈ അപകടമായിട്ടുള്ള നൈറ്റിനെ ഇവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റ് നോട്ടുന്നു, ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചു വിട്ടുന്നു. ഇപ്പോൾ ചെക്കാണ്. വൈറ്റ് ക്വീൻ വെച്ച് തിരിച്ചു വിട്ടുന്നു. ഇത്രയും സമയം ബ്ലാക്ക് ഈ ക്വീൻ സെല്ലിലേക്കാണ് ഫോക്കസ് ചെയ്തിരുന്നത്. എന്നാൽ ബ്ലാക്ക് ഇവിടെ പെട്ടെന്ന് കിങ് സെല്ലിലേക്ക് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ക്വീനിനെ G5 കൊണ്ടുവന്ന് G2 സ്ക്വയറിലേക്ക് നേരിട്ടൊരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇനി നൈറ്റ് കൂടെ F4 വന്നാൽ ഇവിടെ പെട്ടെന്നൊരു ചെക്ക്മേറ്റിന് സാധ്യതയുണ്ട്. വൈറ്റ് വേഗം റൂക്കിനെ D2 കൊണ്ടുവന്ന് G2 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ബ്ലാക്ക് നൈറ്റിനെ F4 കൊണ്ടുവരുന്നു. ഇപ്പോഴും ഈ G2 പോൺ പിന്നിങ്ങിലാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നൈറ്റിനെ ഇനി H3 പോൺ ഇട്ടുകൊണ്ട് ചെക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ H1 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റും ക്വീനും അറ്റാക്കിന് റെഡിയാണ്. എന്നാൽ സെക്കൻഡ് റാങ്കിൽ വൈറ്റിന് ഒരു റൂക്കുള്ളത് കാരണം ഇവിടെ നല്ല ഡിഫെൻസും ഉണ്ട്. ബ്ലാക്ക് അടുത്ത കരികളെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് വൈറ്റിൻ്റെ കിങ്ങുള്ള ഫയലിലേക്ക് തന്നെ ക്വീനെ വയ്ക്കുകയാണ്. ക്വീനിനെ H6 മൂവ് ചെയ്യുന്നു. ഇനി ബ്ലാക്കിന് ഈ റൂക്കിനെ കൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ഈ അറ്റാക്ക് വളരെ സ്ട്രോങ് ആകും. വൈറ്റ് അത് തടയാൻ ശ്രമിക്കുകയാണ്. ക്വീന് വെച്ച് D6 പോണ്ടെടുത്തുകൊണ്ട് E5 കൊണ്ടുവരുന്ന സപ്പോർട്ട് ഇല്ലാതാക്കുന്നു. എന്നാൽ ഇവിടെ ബ്ലാക്കിൻ്റെ ഭാഗത്തുനിന്നും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോഴും വൈറ്റിൻ്റെ കിങ്ങിന് പ്രൊട്ടക്ഷൻ നൽകുന്നത് ഈ പോണുകളാണ്. ഈ പോൺ സ്ട്രക്ചർ തകർക്കുന്നതിനായിട്ട് ഇത്രയും സമയം ഡെവലപ്പ് ആവാതിരുന്ന ആ ബിഷപ്പ് ഗെയിമിലേക്ക് വരാണ്. ബിഷപ്പ് വെച്ച് H3 പോണ്ട് എടുത്തുകൊണ്ട് ആ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ അടുത്ത മൂവിൽ ബിഷപ്പ് വെച്ച് G2 പോണ്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ അറ്റാക്കിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ക്വീൻ വെച്ച് H3 പോണ്ട് എടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കിങ്ങിന് G1 മൂവ് ചെയ്യാം. സെക്കൻഡ് റാങ്ക് ഈ റൂക്ക് കൺട്രോൾ ചെയ്യുന്ന കാരണം ഇവിടെ ഒരു ചെക്ക്മേനുള്ള സാധ്യതയില്ല. ഇങ്ങനെ തുടർച്ചയായിട്ട് ചെക്കുകൾ കൊടുക്കാനേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ തന്നെ ക്വീൻ വെച്ച് പോണ്ട് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നില്ല. പകരം മറ്റൊരു ടെക്നിക്ക് ഉപയോഗിക്കുകയാണ്. ആദ്യം റൂക്കിനെ E6 കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റിനിപ്പോൾ ക്വീനെ മൂവ് ചെയ്യാൻ ഒരുപാട് സ്ക്വയറുകളുണ്ട്. വൈറ്റ് C5 മൂവ് ചെയ്യുന്നത്. ക്വീനെ C5 മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും അടുത്തൊരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്നുകൂടെ പോസ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ബ്ലാക്കിന് ഇപ്പോഴും ക്വീൻ വെച്ചോ നൈറ്റ് വെച്ചോ ഈ പോണിനോട് എടുത്താൽ വലിയ ഉപയോഗം കിട്ടാൻ പോകുന്നില്ല. കാരണം ഇപ്പോഴും വൈറ്റിൻ്റെ കിങ്ങിനെ സംരക്ഷിക്കാനായിട്ട് ഈ സെക്കൻഡ് റാങ്കിൽ വൈറ്റിൻ്റെ റൂക്കുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ആ റൂക്കിനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നതിനായിട്ട് അടുത്തൊരു സാക്രിഫൈസ് ചെയ്യാണ്. നൈറ്റിനെ D3 മൂവ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ പ്രധാന ടാർഗറ്റ് ഈ ക്വീൻ അല്ല, പകരം ഈ റൂക്കാണ്. വൈറ്റ് എന്തായാലും ആ റൂക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ക്വീനെ എങ്ങോട്ടേക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ബിഷപ്പ് വെച്ച് ഈ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ A4 നൈറ്റ് കൊണ്ടിരുന്ന സപ്പോർട്ട് നഷ്ടപ്പെടും.
അതുകൊണ്ട് തന്നെ ക്വീൻ വെച്ച് റൂക്കിന് ഇട്ടെടുക്കുന്നതോടെ വീണ്ടും വൈറ്റിന് ഒരു പീസ് കൂടെ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ക്വീനെതിരെ അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തിരിക്കാനും പറ്റില്ല. അക്സെപ്റ്റ് ചെയ്ത് ക്വീനെ എവിടെയെങ്കിലും മാറ്റാൻ ശ്രമിച്ചാലും ഈ റൂക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് വൈറ്റ് ആ റൂക്ക് വെച്ചിന് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. റൂക്ക് വെച്ച് നേറ്റിന് എടുക്കുന്നു. ഇപ്പോൾ ഈ സെക്കൻഡ് റാങ്കിൽ നിന്നും റൂക്ക് ഒഴിവായതോടെ ബ്ലാക്ക് നേരത്തെ പ്ലാൻ ചെയ്ത് അറ്റാക്കിലേക്ക് പോവുകയാണ്. ആദ്യം ക്വീൻ വെച്ച് H3 പോണ്ട് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ G1 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ക്വീനെ G3 കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ H1 തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. ഈ സമയത്ത് ബ്ലാക്ക് G5 മൂവ് ചെയ്തതോടെ വൈറ്റ് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഇനി അടുത്ത മൂവിൽ റൂക്ക് വെച്ച് ചെക്ക് കൊടുത്ത് ചെക്ക്മേറ്റാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. ഈ ചെക്ക്മേറ്റ് തുടങ്ങുന്നതിനായിട്ട് വൈറ്റിനിപ്പോൾ നല്ല ഓപ്ഷനുകളൊന്നുമില്ല. ഇവിടെ ഓരോ പീസുകളായിട്ട് നഷ്ടപ്പെടുത്തി കളിക്കേണ്ടി വരും. അല്ലാതെ റൂക്കിനെ തിരിച്ചു കൊണ്ടുവന്ന് സെക്കൻഡ് റാങ്ക് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും റൂക്ക് വെച്ച് ചെക്ക് വരും. അപ്പോൾ എന്തായാലും റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ക്വീൻ വെച്ച് റൂക്കിലോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അതെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് G5 മൂവ് ചെയ്യുന്നപ്പോൾ തന്നെ വൈറ്റ് തോൽവി സമ്മതിച്ചത്. നമ്മുടെ അഷ്റഫിൻ്റെ അനിയൻ്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ്. കഴിയുന്ന എല്ലാവരും ഒരു ചെറിയ സഹായമെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക. അടുത്തൊരു ഗെയിമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.